ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവു ഇൻ്റർവ്യൂവിൽ പോയ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ശ്രുതി ചെക്കപ്പിന് പോകുന്നത്. അങ്ങനെ ദേവു ശ്രുതിയെ കാണുന്നുണ്ട്. ശ്രുതിയെയും മീരയെയും കാണുകയാണ്. എന്തായാലും അവർക്ക് തമ്മിൽ സംസാരിക്കാനോ പറ്റുന്നില്ല. അതുപോലെ തന്നെ ശ്രുതി ദേവു അവിടെ ഉള്ള കാര്യം അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവു വേഗം തന്നെ രേവതിയെ വിളിച്ചിട്ട് വിവരം പറയുകയാണ്. ഇങ്ങനെ ശ്രുതി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പം എന്താ അവിടെ? അപ്പം മെറ്റേണിറ്റി ഹോസ്പിറ്റലാണല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും സന്തോഷ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കില്ലേ? അപ്പം രേവതി പറയുന്നുണ്ട്, അതെ അത് തന്നെ ആയിരിക്കും. അവളുടെ വയറ്റിൽ കുഞ്ഞുവാവ് ഉണ്ടായിരിക്കും. തന്നെയല്ല, അവൾക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ടെൻഷനും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയാണ്. ഇതെന്തായാലും സന്തോഷം നിറഞ്ഞതാണ്. അതിന് ദേവുവിന് ജോലി കിട്ടിയതും അതിൻ്റെ ഇടയിൽ വിളിച്ച് പറയുന്നത്. അപ്പോൾ ദേവുവിൻ്റെ ജോലിയുടെ കാര്യം അറിയുമ്പോഴും രേവതിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ രാത്രി സമയത്ത് എല്ലാവരും വരുന്ന സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ എല്ലാവർക്കും മധുരമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. കേസരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇതെന്താ ഇപ്പോൾ ഒരു മധുരം എന്ന് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ്. എന്തായാലും അതൊക്കെ തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ദേവുവിന് ജോലി കിട്ടിയതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ രവീന്ദ്രൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ചന്ദ്ര പറയാണ്, അത് ശരി, വല്ലവർക്കും ജോലി കിട്ടിയതിന് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ചിലവാക്കിയിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്ന് പറയുമ്പോൾ രേവതി പറയാണ്, അത് മാത്രമല്ല ശ്രുതിയുടെ സന്തോഷം കൂടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അപ്പം ശ്രുതിക്ക് എന്താ സന്തോഷം എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി അമ്മയാവാൻ പോവുകയല്ലേ എന്ന് രേവതി ഇങ്ങനെ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ശ്രുതി അടക്കം ഞെട്ടിപ്പോകുന്നുണ്ട്. ഞാൻ അമ്മയാവാൻ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൻറ്റി അപ്പോൾ എന്തായാലും നീ ഈ വാർത്ത എന്നോടല്ലേ നീ ആദ്യം പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്. അപ്പം ശ്രുതി പറയാണ്, ഒരിക്കലും ഞാൻ അമ്മയാവുന്നില്ല. ഇത് ആരെ രേവതിയോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല, ഇന്ന് ഹോസ്പിറ്റലിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് ഹോസ്പിറ്റലിൽ പോയി എന്ന് വിചാരിച്ചിട്ട് അല്ല, അതൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റലാണല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശ്രുതി ഗർഭിണിയായിരിക്കുമെന്ന് വിചാരിച്ചു. അതിൻ്റെ ചെക്കപ്പിന് പോയതായിരിക്കുമെന്ന്, ടെസ്റ്റിന് ഏതെങ്കിലും പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് രേവതി പറയുമ്പോൾ രേവതിയോട് ചാടി കയറുകയാണ് ശ്രുതി പറയുന്നുണ്ട്, അതെ, ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ കണ്ടു എന്നും പറഞ്ഞിട്ട് കാര്യം തിരക്കാതെ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത്. എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണ്ടേ? ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ അതൊരു സന്തോഷം നിറഞ്ഞിട്ട് ഇപ്പൊ അത് സങ്കടമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ശ്രുതി ഇത് അങ്ങനെ ഗർഭിണിയാണെന്ന് നമ്മുടെ രേവതി പറഞ്ഞ ഉടനെ തന്നെ സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും ഒക്കെ ശ്രുതിയോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ആ ഒരു സന്തോഷം അപ്പം തന്നെ കെട്ടുപോവുകയാണ്. അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ശ്രുതി പറയുന്നത്. അപ്പം രേവതി പറയുന്നുണ്ട്, അയ്യോ എനിക്കറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു അങ്ങനെയായിരിക്കുമെന്ന്. അപ്പം ചന്ദ്രയും ചീത്ത പറയുന്നുണ്ട്, നീ എന്ത് വിചാരിച്ചു? നീ കാണുന്നതൊക്കെ നീ ശരിയാണെന്ന് എന്താ ഇപ്പം സംഭവിച്ചത്? അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആരാ രേവതിയോട് ഇതൊക്കെ പറഞ്ഞത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാര്യം. അപ്പോൾ ആ ഹോസ്പിറ്റലിലാണ് ദേവുവിന് ജോലി കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആകെ പെട്ടുപോവുകയാണ്. ഇനി എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് എന്തായാലും നമ്മുടെ ശ്രുതി പോകില്ല എന്ന് ഉറപ്പിച്ചു. അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെയൊന്നും വിളിച്ച് പറയരുത് എന്നും പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ശരിയാണ്, ആവശ്യമില്ലാത്തവരെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കാണ് എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ആ സ്വീറ്റ്സ് അവിടെ വെച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട്, എല്ലാവരുടെയും സന്തോഷം അവൾ കിടത്തി എന്നും പറഞ്ഞ് ചന്ദ്രയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് വിഷമാവാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിലും അതുപോലെ നമ്മുടെ രവീന്ദ്രനാണെങ്കിലും പറയുന്നുണ്ട്, സാരില്ല, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ അങ്ങനെ തെറ്റിദ്ധരിച്ച് പോയി, അവളെ ഹോസ്പിറ്റലിൽ കണ്ടതുകൊണ്ട് അതിനിപ്പോൾ എന്താ, അതൊക്കെ ഇപ്പോൾ സാധാരണയല്ലേ, നീ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് സച്ചിയും അതുപോലെ തന്നെ മോള് വിഷമിക്കൊന്നും വേണ്ട, അതൊന്നും സാരില്ല എന്ന് രവീന്ദ്രനും സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ രേവതിയും. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ശ്രുതിയും കൂടി റൂമിൽ കയറുകയാണ്. അങ്ങനെ റൂമിൽ കയറുമ്പോൾ വല്ലാത്തൊരു ഇതായിപ്പോയി, നാണം കിട്ടും എല്ലാവരുടെയും മുന്നിൽ നിന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, രേവതി അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല, ഞാൻ പല ദിവസങ്ങളിലും ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ എന്ത് സ്വപ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞ് പിറക്കുന്നതും അതുപോലെ ആ കുഞ്ഞിൻ്റെ കളിച്ചിരിയും നീ ആ കുഞ്ഞിനെ എടുത്ത് നടക്കുന്നതും അങ്ങനെ ഓരോ വളർച്ചയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം അടുത്ത എല്ലാ ദിവസങ്ങളിലും ഞാൻ സ്വപ്നം കാണാറുള്ളത് എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അപ്പോൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ്, നിനക്ക് അങ്ങനെയൊന്നും കാണാറില്ലേ എന്ന് ചോദിക്കുകയാണ്.
ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ കാണാറുണ്ട് സ്വപ്നം, പക്ഷേ കുഞ്ഞിനെയൊന്നുമല്ല ഞാൻ കാണാറുള്ളത്, ഞാൻ വലിയൊരു ബിസിനസ് മേനായിട്ട്, അതുപോലെ തന്നെ വലിയ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് വരെ എനിക്കുണ്ടാവും, പിന്നെ ഒരു 10-50 കമ്പനിയും, അങ്ങനെ വലിയൊരാളായി മാറുന്നതൊക്കെയാണ് ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ശ്രുതിക്ക് ദേഷ്യം വരാണ്. ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് ഇതൊക്കെ തന്നെ ആലോചിക്കാനുള്ളോ, നിനക്ക് വേറൊന്നും ചിന്തിക്കാനില്ലേ, നീ എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ, നിനക്ക് എന്താ കുഞ്ഞിനെ പറ്റിയൊന്നും ചിന്തിക്കാനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ഞെന്തായാലും വരുമ്പോൾ വരും എന്ന് പറയാണ്. അപ്പോൾ എടാ ശ്രുതി, പൈസ വരുമ്പോൾ വരും, പക്ഷേ നമ്മുടെ കുഞ്ഞെന്ന് പറയണത് അത് നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഉണ്ടാകില്ല എന്ന് പറയാണ്. അതുകൊണ്ട് നമുക്കത് എന്തായാലും നമ്മൾ ഇത്രയും 1 വർഷമാവാറായില്ല ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ഇത്ര വരെ ആയിട്ട് നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല ഇല്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതി എന്ന് പറയണം. അപ്പം നീ ശ്രുതി എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അപ്പം എന്തായാലും നീ എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരുമോ, നമുക്ക് 2 പേർക്ക് ഒന്നിച്ച് പോയി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വിട് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് പറയാണ്, എന്തിന് ചെക്ക് ചെയ്യണത്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്താ 19 വയസ്സായോ, കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളൊന്നും ആയിട്ടില്ലല്ലോ, അതാവുമ്പോൾ ആയിക്കോളും, ഒരു കുഴപ്പമില്ല, അതിനിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, എനിക്കിപ്പോൾ അതൊന്നുമല്ല, എനിക്ക് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എനിക്ക് സ്വപ്നമായി ഇതാകുന്നത്, തന്നെയല്ല നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ടാണ് ഞാൻ എന്തിനാ ഡോക്ടറെ കാണിക്കണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് കുഴപ്പമുണ്ടെന്നല്ല പറയണത്, പക്ഷേ എന്നാലും നമുക്കൊരു സാധാരണ ഒരു ടെസ്റ്റ് അത്രയേ ഉള്ളൂ, എന്തായാലും നീ നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ശ്രുതി ഞെട്ടുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ശ്രുതിക്കും പെട്ടെന്ന് ദേഷ്യം വരാണ് കേട്ടോ. അപ്പോൾ ശ്രുതി എടുത്ത വഴിക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇത്ര ഉറപ്പ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്, അങ്ങനെ ഉറപ്പ് തോന്നണമെങ്കിൽ ഇപ്പോൾ നീയും നീലിമയും കൂടിയിട്ട് ലിവിങ് അല്ലേ ആയിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നീലിമ എന്താ പ്രഗ്നൻ്റ് ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന ശ്രുതി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട്, ശ്രുതി എന്താ നീ ചോദിച്ചത്, നീ എന്ത് പെണ്ണുങ്ങളെ വർത്താനം പോലെയാണ് ഈ ചന്ത പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നത് എന്നോട് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതി ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ടേബിളിലും ഇതിലൊക്കെ ചെന്നിങ്ങനെ ദേഷ്യം തീർക്കുകയാണ്, അടിച്ചിട്ടിങ്ങനെ ദേഷ്യം തീർക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അപ്പോൾ ശ്രുതി പറയാണ്, എന്തേ നീക്ക് ചോദിച്ചപ്പോൾ എന്തേ ദേഷ്യം വരാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി തിരിച്ച് അതേ ചോദ്യം ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തിയില്ലേ, നീ ഇപ്പം എവിടേക്ക് പോയിട്ട്, നീ ആ മലേഷ്യയിലൊക്കെ അല്ലേ നിനക്ക് ജോലി, നിനക്കിതുപോലെ കല്യാണം കഴിയുന്നതിന് മുമ്പ് നിനക്കിതുപോലെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു ഇതിൽ ഉണ്ടായിട്ട് ഇതുപോലെ നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, ആദ്യം നീ ഗർഭിണിയായിരുന്നു കല്യാണം കഴിയുന്നതിന് മുമ്പ്, അതെന്താ ഞാൻ തിരിച്ചു ചോദിച്ചാൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ദേഷ്യപ്പെടുകയാണ്. ശ്രുതി ഓടിച്ചെന്ന് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്താടാ നീ ചോദിച്ചത് എന്ന് പറയുമ്പോൾ, എൻ്റെ ശ്രുതി നിനക്ക് ദേഷ്യം വന്നു, അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും, നീ എന്നെ പറഞ്ഞപ്പോൾ ഞാനത് കേട്ട് നിന്ന് വിചാരിച്ചോ, നീ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന ദേഷ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, ഒരിക്കലും നീ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചവളാണ്, അപ്പോൾ ശരി സമ്മതിച്ചു നീ. അപ്പോൾ 2 പേരും അങ്ങനെ അവർ തമ്മിൽ പരസ്പരം നല്ല ഫൈറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ശ്രുതി കരയുകയാണ്, ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട്. എന്നാലും നീ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല, ഒരിക്കലും നിന്നെ ഞാൻ ഇനി വിശ്വസിക്കില്ല, നീ എൻ്റെ മുഖത്ത് പോലും നോക്കണ്ട, നീ എൻ്റെ അരികിലേക്ക് വരേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരഞ്ഞിരിക്കുകയാണ് ആ ബെഡിൽ. അപ്പോൾ ശ്രുതി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ശ്രുതി എന്ന് വിളിക്കുകയാണ്. വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സോറി എടി, ഞാൻ പെട്ടെന്ന് നീ എന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കറിയാതെ ഞാൻ അതിൻ്റെ വായിൽ നിന്ന് വീണതാണ്, നീ എന്നോട് ക്ഷമിക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ തിരിച്ചും ശ്രുതിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. സോറി ശ്രുതി, ഞാനും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ പരസ്പരം ഓക്കെ, ഇനി അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട, നമുക്കിനി ഡോക്ടറെ അടുത്തേക്ക് പോകുകയും വേണ്ട, എപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നു അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ പരസ്പരം ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത് പിന്നീട് നമ്മുടെ ചന്ദ്ര അറിയുന്നുണ്ട്, ഇങ്ങനെയൊരു പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ചന്ദ്ര അറിയാണ്. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നാളത്തെ റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.